ടു സി വിത്ത് എലിസ. ഇന്ന് നമ്മളുടെ ഗസ്റ്റ് ആരാന്നറിയാവോ? നമ്മളെപ്പോഴും ആർട്ടിസ്റ്റുകളെയും പഴയ സിനിമ നടീ നടന്മാരുടെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്ന കൂട്ടത്തില് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അനസാണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. വെൽക്കം. താങ്ക് യു. അനസിന്റെ നാട് എവിടെയാ? എന്റെ നാട് മലപ്പുറമാണ്. മലപ്പുറമാണ്. ഇപ്പൊ നമ്മളുള്ളത് കൊച്ചിയിലാണ്, ഫോർട്ട് കൊച്ചിയിലാണ് ഉള്ളത്. അനസ് ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ടിരിക്കുന്ന ജിമ്മിലാണ് നമ്മളുള്ളത് അല്ലെ? അനസിന്റെ ഏരിയ എന്താണെന്നറിയാവോ? പറയൂ അനസ്, എന്തൊക്കെയാണ്? ഞാൻ അത്ലറ്റ് ആയിരുന്നു, പാര അത്ലറ്റ് ആണ്. എന്റെ അച്ചീവ്മെന്റ് പറഞ്ഞാല് ഇന്റർനാഷണൽ മെഡലാണ്. ഇന്റർനാഷണൽ മെഡലാണ്. ഏത് വർഷമായിരുന്നു? 2023 സിൽവർ മെഡലിസ്റ്റ് ആണ്, ഇന്റർനാഷണൽ സിൽവർ മെഡലിസ്റ്റ് ആണ് അല്ലെ? അപ്പൊ നമ്മള് അനസിനെ കാണാൻ വന്ന അനസിന്റെ നമ്മൾക്ക് എല്ലായ്പ്പോഴും എല്ലാവർക്കും എന്താ പറയാ, നമുക്ക് ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോ അത് ഇട്ടേച്ച് പോകുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത്. പക്ഷെ അനസിനെ കുറിച്ച് ഞാൻ കേട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിച്ച് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് മെഡൽ വരുന്നത്? കളിച്ച് ഏകദേശം ഒരു 10-12 വർഷം കഴിഞ്ഞു ഇന്റർനാഷണൽ മെഡലൊക്കെ വരാന്. മെഡല് ഇന്റർനാഷണൽ സെലക്ഷൻ വന്നത് 2017 സെലക്ഷൻ വന്നു. പക്ഷെ അന്ന് കിട്ടിയില്ല, സെലക്ഷൻ കിട്ടിയില്ല. പിന്നെയും ട്രൈ ചെയ്ത് പിന്നെ 2023 സെലക്ഷൻ വന്നത്. അതായത് സ്ഥിരതയോടുകൂടി നിന്നു എന്നുള്ളതാണ്. അനസിന് ജന്മന തന്നെ ഈ ഒരു കൈയില്ല? ജന്മന ഇടത് കൈയില്ല അല്ലെ? ഇടത് കൈയില്ല. പക്ഷേ ഈ ഒരു കൈ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബലം. ഏറ്റവും വലിയ ബലം അതാണ്. കാരണം എന്തും ചെയ്യുന്നു വെച്ച് ഈ ഒരു കൈ മാത്രമാണ്. സിമ്പിളാണ് അല്ലെ? പ്രാക്ടീസ് ഒക്കെ എത്ര വയസ്സിൽ തുടങ്ങിയതാ? പ്രാക്ടീസ് ഒരു 8ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു 12-13 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. അനസിനോട് ആരാ പറഞ്ഞത് ഈ ഒരു സ്പോർട്സിലേക്ക് തിരിയാൻ, അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രസ്റ്റ്? ഇല്ല, ആരും പറഞ്ഞതല്ല. ഞാൻ ഈ നമ്മളെ സ്കൂൾ തലത്തിലൊക്കെ മത്സരിക്കല്ലോ, അങ്ങനെ വെറുതെ കയറി ചാടി മത്സരിച്ചതാണ്. അപ്പൊ അന്ന് തന്നെ ഒരു സബ് ജില്ലൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഒരു ഇൻട്രസ്റ്റ് ആയി. പിന്നെ ജില്ലയിൽ പോയപ്പോ ഒരു കോച്ച് കണ്ട്, അവിടുത്തെ ഒരു ഞങ്ങളെ ഏരിയയിലുള്ള ഒരു സ്കൂളിന്റെ ഒരു കോച്ച് ഉണ്ട്. അങ്ങനെ വിളിച്ച് ഈ സ്കൂൾക്ക് വന്നാൽ നല്ല അടിപൊളിയായിട്ട് കോച്ചിങ് ഒക്കെ തരാനൊക്കെ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പൊ പിന്നെ അവിടെ സ്റ്റാർട്ടായി. പിന്നെ റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ തുടങ്ങി, കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എപ്പോഴെങ്കിലും അനസിന് ചെറുപ്പത്തില് ഇങ്ങനെ സങ്കടം വന്നിട്ടുണ്ടോ? എനിക്കിങ്ങനെ ഒരു കൈ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട്? സങ്കടം ചെറുപ്പത്തിലൊന്നും വന്നിട്ടില്ല. ഈ ഇടക്കായിട്ട് അതായത് കുറച്ച് നാളായിട്ട് വന്ന്, അതായത് ഐ മീൻ വലിയ സങ്കടമൊന്നുമല്ല. അതായത് ആൾക്കാരൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കും, കൈയില്ലല്ലോ എന്നുള്ള ആ ഇതില് നോക്കും. അപ്പൊ ചെറുപ്പത്തിൽ പറഞ്ഞാൽ ആർക്കും വലിയ ഇല്ല. ഇപ്പൊ എല്ലാരും നമ്മള് ബൈക്ക് ഓടിച്ച് പോകുമ്പോ ഇങ്ങനൊക്കെ നോക്കും, ബൈക്ക് ഓടിച്ചു പോകും. അപ്പൊ എല്ലാം സെറ്റാണ്. അപ്പൊ ആളുകൾ ഇങ്ങനെ നോക്കുന്ന നോട്ടമാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്നത്. ഇവര് നമ്മള് ഡിസബിലിറ്റി ഇല്ലാതെ കണ്ടാൽ മതി, നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലെ കണ്ടാൽ മതി. നോർമലായിട്ട് വ്യക്തിയാണ്, ഉള്ള പോലെ ഒന്നല്ല. അതേ ഉള്ളു സങ്കടം അല്ലേ? കുഞ്ഞുനാളിലൊന്നും ഇത് ഫീൽ ചെയ്തിട്ടില്ല? ഒരു ഫീലും ഇല്ല. എല്ലാം ചെയ്യും. ചെറുപ്പത്തില് LKG പഠിക്കുമ്പോ ഒരു തൂണുണ്ടായിരുന്നു. തൂണിന്റെ മേലെ കയറി, LKG പഠിക്കുമ്പോ തൂണിന്റെ മേലെ കയറിയിട്ട് മറ്റേ ഓടിട്ടതാണ്, അതിന്റെ മേലെ തൂങ്ങി ഇങ്ങനെ നിൽക്കുക. ടീച്ചർ വന്ന്, ഇത് ടീച്ചർ ഇപ്പോഴും എന്നെ കാണുമ്പോ പറയും. അപ്പൊ അങ്ങനെ തൂങ്ങി ഇങ്ങനെ നിൽക്കുന്ന അടിയില് ടീച്ചർ വന്നു, ഒരൊറ്റ ചാട്ടം. അപ്പൊ ടീച്ചർ എന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഉമ്മാനെ ഉപദേശിച്ച്, ഇങ്ങനൊക്കെയാണ് കാണിക്കണേ, എന്തെങ്കിലും എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഉമ്മച്ചിക്ക് ആ പേടി. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനൊന്നും ചെയ്യരുത്, അതാക്കരുത്. പക്ഷെ നമ്മള് അങ്ങനെ നിൽക്കില്ലല്ലോ, നമ്മള് ഉള്ളേ അന്നത്തെ പൊട്ടിത്തെറപ്പാണല്ലോ. അങ്ങനെ എല്ലാം ചെയ്യായിരുന്നു, എല്ലാ കുട്ടികളും കയ്യിലുണ്ട്. അന്ന് ജമ്പ് ചെയ്ത് ബെഞ്ച് ഇങ്ങനെ നിരത്തി വെച്ച് ഉണ്ട്, അങ്ങനെ ജമ്പ് ചെയ്ത് പോയി അവിടുന്ന് വീണ് പൊട്ടിയതാണ് ഇവിടെ. അതാണ് ഈ പാട്. അന്ന് മുതലേ ജമ്പുണ്ട്. അത് LKG. കുഞ്ഞുനാളിലെ പോലെ ചാട്ടം ഇഷ്ടമാണ്. വേറെ ആരൊക്കെയാ വീട്ടിലുള്ളവരൊക്കെയാ? ഉമ്മ, ഉപ്പ, അനിയൻ, പെങ്ങൾക്ക് 3 മക്കള്. അതൊക്കെയാണ് ഫാമിലി. ഇനി ഈ കൊച്ചിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എങ്ങനെയാ? മലപ്പുറത്ത് എങ്ങനെ കൊച്ചിയിലെത്തിന്ന് വെച്ചാൽ അത് വലിയ സ്റ്റോറിയാണ്. അതായത് എന്റെ കോച്ചായ ജോയി സാറുണ്ട്. കോച്ച് പറയാന് ഞങ്ങള് പരിചയപ്പെടുന്നത് ഗുജറാത്തിൽ വെച്ചാണ്. ഗുജറാത്തിൽ സാറിന്റെ ഒരു സ്റ്റുഡന്റിനെ അങ്ങോട്ട് കൊണ്ടുണ്ടായിരുന്നു, സായിലേക്ക്. അപ്പൊ അവിടുന്ന് സാറിന് പരിചയപ്പെട്ടു. അപ്പൊ സാറിന് ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. നമുക്ക് അങ്ങനെ ചില ആൾക്കാർക്ക് ഇതാവല്ലോ. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ കോണ്ടാക്ട് കീപ്പ് ചെയ്തു. അങ്ങനെ സാറ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും,
എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇടക്കിടക്ക് വിളിക്കും, കൊണ്ട് വാ ഇവിടെ പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് സാറെ ഇടക്കിടക്ക് വിളിക്കും. അങ്ങനെ വിളിച്ചിട്ട് വന്നാണ്, അങ്ങനെയാണ് ഇവിടെ ആയത്. അപ്പൊ നമ്മളിപ്പോ അനസുള്ളത് സാറിന്റെ കൂടെ ആട്ടോ. ഞാൻ പറഞ്ഞ ഫോർട്ട് കൊച്ചിയിലാണുള്ളത്. അപ്പൊ സാറിനെയും കൂടെ പരിചയപ്പെടുത്താൻ, സാറിനെ ഒരു പരിചയപ്പെടേണ്ട ആളാണല്ലേ സാർ. സാറിനാണ് എന്നെ പരിചയപ്പെടുന്നില്ല നല്ലത്, സാറിനെ പരിചയപ്പെടുന്നതാണ്. അപ്പൊ ലൂയിസ് സാറിന് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഇത് അങ്ങനെ ഒരു പരിചയപ്പെടുത്തലല്ല. അപ്പൊ പറയൂ സാർ, എങ്ങനെയാണ്? ഓക്കെ, അനസിനെ ഞാൻ പരിചയപ്പെടുന്നത് നിമിഷനായിട്ട് ആദ്യത്തെ നാഷണൽ ഗുജറാത്ത് പോയപ്പോഴാണ് പരിചയപ്പെടുന്നത്. അപ്പൊ അനസിനെ പോലെ തന്നെ വേറെ കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഒരു ടീമായിട്ട് പോകുമ്പോൾ അറിയാലോ, നമുക്ക് എല്ലാവരും ഹൃദയബന്ധം ഉണ്ടാവും. അവർ ഓരോ കാര്യത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ആ ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്ത് പോയി. ഇടയ്ക്ക് വിളിക്കും. പിന്നെ ഞങ്ങൾ നാഷണൽ ഒരുമിച്ച് ഞങ്ങൾ തന്നെ കൂടിയാണ് പോണത് ഒരുമിച്ച്. അപ്പൊ അങ്ങനെ ഓരോ നാഷണലിൽ പോകും. പക്ഷെ അനസിന്റെ ഒരു ഇത് മനസ്സിലാക്കാൻ നല്ലൊരു സ്നേഹത്തിന്റെ ഒരു വ്യക്തിയാണ്. കാരണം ജീവജാലങ്ങളാണെങ്കിലും മനുഷ്യരോടും ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. എന്താണെന്നെങ്കിലും പിന്നെ നമ്മളെയാണെങ്കിലും കംഫർട്ട് ചെയ്ത് എന്ത് ഹെൽപ്പ് നമുക്ക് ചെയ്യാനുള്ള ഒരു വീക്ക്നെസ് ആയിട്ട് കണ്ടില്ല, ഡബിൾ സ്ട്രെങ്ത് ആയിട്ടാണ് അനസിന്റെ ഞാൻ കണ്ടേക്കണത് എല്ലാ കാര്യത്തിലും. എന്ത് ഇതിലുണ്ടെങ്കിലും നല്ല കുറച്ച്. പിന്നെ കൺസിസ്റ്റൻസി, ഞാനൊക്കെ ആണെങ്കിൽ ഈ ഫീൽഡ് വിട്ടുപോകേണ്ട ടൈം കഴിഞ്ഞ് തോന്നും. പക്ഷെ എത്രയോ വർഷം പോയിട്ടും മെഡൽ വരാണ്ട് അത് കിട്ടുന്നവരെ അതിന്റെ പുറകിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും ഒരു സ്പോർട്സിന് ഒരു അംബാസിഡർ വേറെ ഉണ്ടാവില്ല. 6-7 വർഷം നാഷണൽസ് പോയിട്ട് ഒരു മെഡൽ വരാണ്ട് ഫൗൾ ഷാട്ട് വരും, ജസ്റ്റ് ഇതിനൊക്കെയാണ് പോണത്. അപ്പൊ അതിന്ന് വന്ന് പിന്നീട് മെഡൽ വരുമ്പോഴുള്ള ഇത് സ്പോർട്സ് ചെയ്യുന്നവർക്ക് ഒരു വലിയൊരു മോട്ടിവേഷൻ ആണ്. ഇതാണ് ലഹരി. കാരണം ഒരു പല ആൾക്കാരും പല കാര്യങ്ങൾ പോകണം. ഈ ഒരു ഹാപ്പിനെസ് കിട്ടാണ്ട് മേടിച്ചപ്പോ ആ ഒരു മെഡലിന്റെ വില ആദ്യം കിട്ടിയതിന്റെ അത്ര ഉണ്ടാവൂല. പക്ഷെ ആ ലാസ്റ്റ് മേടിക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഇതുണ്ടായിരുന്നു, എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം, പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്തായാലും കിട്ടും എന്നുള്ളൊരു ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? പല പ്രശ്നങ്ങൾ. അതായത് ചില ഇതിന് പോകുമ്പോ നമുക്ക് ഗെയിംസിന് മാത്രമായിട്ടാവില്ല അവിടെ എത്തിപ്പെടണം. നമ്മള് ദൈവം വേറെ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. അതേപോലെ ഞാൻ 2022 ഒരു ഒഡീഷയിൽ വെച്ചിട്ടൊരു മത്സരം ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോ ഞങ്ങള് മത്സരം കഴിഞ്ഞാല് ജസ്റ്റ് ഒന്ന് അവിടെ ട്രാവൽ ചെയ്യും. അപ്പോ അങ്ങനെ ട്രാവൽ ചെയ്ത് പോയിരുന്നു. അപ്പോ അവിടുത്തെ ഒരാള് പൂണടിയില് ഡിവൈഡറിൽ തട്ടിയിട്ട് അവിടെ കാല് പൊട്ടിയിട്ട് അവിടെ കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടി അവിടെ, ഞങ്ങള് ഫ്രണ്ട്സ് കറങ്ങി വരും, ഞാനും അവനും. അപ്പൊ ഞങ്ങൾ വണ്ടി നിർത്തിച്ചിട്ട് നേരെ പോയി അയാളെ, അവിടെയുള്ള ആൾക്കാർ ഫോട്ടോ എടുത്ത് പോവുക, അങ്ങനെ മാത്രം ചെയ്യണുള്ളൂ. ഞങ്ങൾ പോയി അയാളെ ഹെൽപ്പ് ചെയ്തിട്ട് ആംബുലൻസിന് വിളിച്ച് ആംബുലൻസ് വരാൻ വയ്ക്കുക. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം. അപ്പോൾ ഞങ്ങളാണ് കയറ്റി വിട്ടത്. അപ്പൊ നമ്മള് പല സ്ഥലത്ത് പോകും, പല ഇതാ വരുന്നത്, എക്സ്പീരിയൻസ് വരുന്നത്. ഇതേപോലത്തെ പല എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ്. ഇനിയിപ്പോ എന്താണ് അനസിന്റെ ആഗ്രഹം? എന്താണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാല് അടുത്ത പാരാലിമ്പിക്സിൽ മത്സരിക്കണം. പക്ഷെ അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ കുറച്ച് ഇതാണ്. പക്ഷെ നമ്മള് പാരയിലല്ല, അല്ലാതെ നോർമൽ നോർമലി മെഡൽ മേടിക്കാന്നാണ് മനസ്സിന്റെ ഒരു ഡ്രീം ഉണ്ട്. എന്റെ ഡ്രീം അത് തന്നെ, ഒരു സ്പോർട്സ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യണം. എന്നെ പോലുള്ള കുറെ ആൾക്കാരുണ്ട്, ഒന്നിനും പറ്റാത്ത, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ എന്നോട് കുറെ ആൾക്കാർ എനിക്ക് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട്. ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണേ, ഞങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ, അങ്ങനെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ അവരോട് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ഇന്നലെ ഞാനായിട്ട് ഒരാള് മെസ്സേജ് അയച്ചു. മോളെ കുട്ടിക്ക് ഇവിടെ കാലിന് എന്തോ പ്രശ്നമുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് ഇപ്പൊ തന്നെ മെല്ലെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരി, എന്നാലേ 2 വയസ്സുള്ള പറഞ്ഞു. അപ്പൊ ചെറിയ പിള്ളേർ, അപ്പൊ ട്രെയിൻ ചെയ്ത് തന്നാലേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് 10-12 വർഷമായി ഈ ഫീൽഡിൽ നിൽക്കുന്നത്. നമ്മള് ട്രെയിൻ ചെയ്താണ് ഓരോന്നും നേടിയെടുക്കുന്നത്. അതിന് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു ഫിസിക്കൽ ട്രെയിനറിന്റെ, ജിമ്മിന്റെ ട്രെയിനിങ്ങിന്റെ. പക്ഷെ ഇപ്പൊ കോഴ്സ് പാസ്സായി, കഴിഞ്ഞ ആഴ്ച ആള് പാസ്സായി, കോഴ്സ് ചെയ്യിപ്പിച്ചു. നമ്മുടെ ലൂയിസാനെ കുറിച്ചാണ്. ലൂയിസാന്റെ പേര് അമേഴ്സ്ലിൻ ലൂയിസ് എന്നാണ്, പക്ഷെ അമേസിംഗ് ലൂയിസ് എന്നാണ്. സത്യമാണത്, അമേസിംഗ് ലൂയിസ് എന്ന് വേണം നമ്മൾ പറയാൻ. സാറ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ ചൈനയിൽ നിന്ന്, അല്ലേ? അത് ഏതായിരുന്നു സാറേ? അത് ഹാൻഡ്ബോളിന്റെ മാസ്റ്റേഴ്സ് ആണ്, അതില് ടോപ്പ് സ്കോറർ ആണ്. ഓ
കളിക്കുന്നുണ്ട്. ആണ് നമ്മുടെ റബിയൊക്കെ പഠിക്കുന്ന ചെല്ലാന സ്കൂളിലെ സ്പോർട്സ് അധ്യാപകനാട്ടോ സാർ. ഞങ്ങൾക്ക് അങ്ങനെയാണ് സാറിനെ പരിചയം. സാറിന്റെ ഒപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി ഇനി ഇതാണ് ഒരു ഡ്രീം അല്ലേ നിങ്ങൾക്ക് ഒരു അക്കാഡമി? എന്റെ ഒരു ബ്രദറിലോ ഉണ്ട്, വൈഫിന്റെ ബ്രദർ ഡോക്ടർ അനു ഫ്രാൻസിസ്, കൊച്ചിൻ നേച്ചർ കൺസർവേഷൻ സൊസൈറ്റി, പിന്നെ കൊച്ചിൻ കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ടൂറിസം സൊസൈറ്റി, രണ്ട് എൻജിഒയും ഞങ്ങൾക്ക് ഉണ്ട്. അപ്പൊ അതില് കുറെ നമ്മുടെ റിച്ചാർഡ് എ സാറാണ് എന്റെ പാട്രൻ. അപ്പൊ നരേന്ദ്രമോദിയായിട്ടൊക്കെ നല്ല ഒരു റിലേഷൻ ഉണ്ട്, അതുകൊണ്ട് നല്ല സപ്പോർട്ട് ഉണ്ട്. നമ്മൾ എൻജി ഇപ്പൊ 4 വർഷമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അനസിന് വേണ്ടിയുള്ള സപ്പോർട്ട് എൻജിഒയില് ബ്രദറിലാണ് കൂടുതലും ചെയ്യുന്നത് അല്ലേ? ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടായി പോകുന്നൊരു കാലഘട്ടമാണിത്. അവിടെയാണ് അനസൊക്കെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. നമ്മളൊക്കെ ഓർക്കുക, മനസ്സിൽ ഓർക്കുക, എങ്ങനെയാണ് ജീവിതത്തെ ഫേസ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തെ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അനസിന്റെയും ലൂയിസാന്റെ ഒക്കെ സ്വപ്നങ്ങളൊക്കെ എല്ലാം പ്രാവർത്തികമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ രണ്ടാളും ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമായി മാറട്ടെ എന്നും ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും it's me, Elisa, signing off. Bye-bye. Thank you.